ഈ ചെടികളെല്ലാം വീണ്ടും നമ്മളെ മേളയിൽ നിന്നും വീട്ടിൽ നമ്മളെ നഴ്സറി 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിലും അതിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഔട്ട്ലെറ്റിലും അതേപോലെ തന്നെ മേടേമുഖം മാതൃഭൂമി ഓഫീസിലുമായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങളെന്ന് പറയാനുണ്ട്. അതിനകത്ത് നമ്മളെ നഴ്സറിയിൽ ചുമ്മാ ഈ പറയുന്ന മറ്റുള്ള എക്സിബിഷൻ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം പോയെങ്കിലും നമുക്ക് പതുക്കെ ഇത് നീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ഡാമേജ് ഇല്ലാതെ നിരത്തി വെച്ച് വെള്ളം സദാസമയങ്ങളിൽ വെള്ളം കൊടുക്കുന്നു. പ്ലാന്റ് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഴ്സറി നമ്മൾ 2-ാം കുറ്റിയിലുള്ള തോട്ടത്തിലോട്ട് പ്ലാന്റുകൾ എല്ലാം ലോഡ് ചെയ്ത് കയറ്റുന്നതാണ്. ഡാമേജ് ഇല്ലാതെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പതുക്കെ നമ്മൾ നോക്കിയാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് ഹൈറ്റിട്ട ലോഡിലല്ല കയറ്റുന്നത്. അതാണ്ട് ഇതേപോലെയുള്ള ബൊഗൈൻ വില്ലകളാവട്ടെ നമ്മൾ നഴ്സറിയിൽ എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മളെ 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപമുണ്ട്. അതിനടുത്ത് നമ്മൾ നഴ്സറി ഉണ്ട്. ആരുടെ ചോദിച്ചാലും പറഞ്ഞ കാര്യം കൊല്ലം ജില്ലയിലെ ആദ്യത്തെ നഴ്സറികളിൽ 1-2 നഴ്സറികളാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അന്നേരം അതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വരുന്ന സമയത്ത് വന്ന് കാണാനായിട്ടൊക്കെ ശ്രമിക്കും. നല്ലതാണ്. പലയിടത്തു നിന്നും തിരുവനന്തപുരത്ത് എന്തായാലും ഒരിക്കലെങ്കിലും വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളില്ല അല്ലേ. അന്നേരം ആ സമയത്ത് നമ്മളെ നഴ്സറി കൂടി വിസിറ്റ് ചെയ്ത് പോവുക. മെയിൻ റോഡിൽ നിന്ന് സ്വല്പം വന്നാൽ മതി നമ്മളെ നഴ്സറി കാണാനായിട്ട്. ഗൂഗിൾ മാപ്പിലുണ്ട്. കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് നോക്കി നമ്മുടെ നഴ്സറിയിലോട്ട് വരാനും സാധിക്കും. ഓക്കെ, ഡിസ്കൗണ്ട് സെയിൽ കഴിഞ്ഞിട്ട് ഈ വീണ്ടും ഇരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പലരും പറയും നമ്മൾ ഈ എക്സിബിഷനൊക്കെ നടക്കുന്ന സമയത്ത് അടിപൊളി എക്സിബിഷൻ, ഒരുപാട് ആൾ കയറി, കച്ചവടം ഭയങ്കരമായിരുന്നു അല്ലേ. അതിനകത്ത് ഇതേപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് മുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കണ്ടില്ലേ ഇത്രയും പൊരി വെയിലത്ത് ഇത്രയും വെയിൽ അല്ലേ. ഇപ്പോൾ വീടിന് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കൊള്ളുന്ന വെയിൽ നിങ്ങൾക്കറിയാം അല്ലേ. അതിൻ്റെ 10 ഇരട്ടി വെയിലാണ് ആശ്രാമം മൈതാനം അല്ലെങ്കിൽ പുനലൂർ അല്ലേ. അവിടെ എല്ലാം കൊണ്ടുപോയി ഈ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചു. അതിന് വെള്ളമൊക്കെ കൊടുത്തു. ഇത്രയും ദിവസം അതിനെ പരിചരിച്ച് അതിനുശേഷം തറവാടകയുണ്ടെങ്കിൽ ചിലപ്പം തറവാടകളൊക്കെ കൊടുക്കേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞ് ടെൻറ്റ് വെച്ച് അതിനകത്ത് നെറ്റൊക്കെ കെട്ടി കഴുകിയിട്ട് പ്ലാന്റിനെ സേഫാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്യമം. അതിനുശേഷം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. വെള്ളം നമ്മളിവിടെ എന്താ പറയുക, ബോർവെല്ല് പോലും അടിക്കാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ നഴ്സറിയിൽ നിന്ന് നമ്മളെ കിണറിൽ നിന്നാണ് കൊണ്ടുപോകേണ്ടത്. നമ്മളെ നഴ്സറിയിലുള്ള ചെടിയൊക്കെ കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം. ഈ വെള്ളം കിട്ടാത്ത സമയത്ത് നമ്മൾ പുറത്ത് പൈസയ്ക്ക് വെള്ളം വാങ്ങി നമ്മൾ ചെടിക്ക് ഒഴിക്കണം. ഡ്രിങ്കിങ് വാട്ടർ വാങ്ങി നമ്മൾ ടാങ്കിൽ ഒഴിച്ചതിന് ശേഷം 1500-2000 ലിറ്റർ വെള്ളം ചിലപ്പോൾ ഒരു നേരത്തേക്ക് ചിലപ്പോൾ 2000 വരെ ഒഴിച്ച സമയങ്ങളുണ്ട്. ഒരു നേരം അത് ഇതിനകത്ത് അത്രയും കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലേ നമുക്കിതൊരു നഴ്സറി നടത്തിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് പേര് നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അന്നേരം ഇങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വലിയ നഴ്സറിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്കും ഇപ്പം കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ച് വളർത്തി അല്ലേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലേ ഞാനത് പറഞ്ഞു പോയത്. അതേപോലെ ഒരുപാട് പേര് ഇപ്പം നഴ്സറി തുടങ്ങാനാന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷങ്ങൾ വാരി ചിലവാക്കി നഴ്സറികൾ തുടങ്ങും അല്ലേ. അതിനകത്ത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ ചെറിയ സാധനങ്ങൾ മേടിച്ച് പയ്യെ പനയം തിന്നാന്ന് പറയുന്ന കണക്ക് കുറേശ്ശെ പ്ലാന്റുകൾ വാങ്ങി കുറേയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ഗ്രാജ്വലി മാത്രമേ ഒരു നഴ്സറി തുടങ്ങിയെടുക്കാവൂ. ഏറ്റവും അവസാന ഘട്ടം എന്നോണം മാത്രം റോസ് എടുക്കുക. കാര്യം റോസിനകത്തല്ല മാവോ പ്ലാവോ തെങ്ങോ ഒക്കെ വിറ്റാലേ നമുക്ക് എന്തെങ്കിലും നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. റോസിനെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് പിന്നെയും കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു നഴ്സറി തുടങ്ങി കുറേ പ്ലാന്റ് എടുത്ത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൂ മുട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ബാക്കിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യരുത്. അതിനെ പൂ പൊഴിയുമ്പോൾ 2 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ വേറെ വലിയ കവറിനകത്തോട്ട് പ്ലാന്റ് ചെയ്ത് നല്ല സൂര്യപ്രകാശത്തിൽ വെച്ച് വേണം വളർത്തിയെടുക്കാനായിട്ട്. ഈ സീസണായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റ് തീർക്കുന്നത് നല്ല ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഇത്രയെങ്കിലും മിനിമം ചെയ്യണം. അതേപോലെ തന്നെ ഡാമേജ് ആയി പോകാത്ത ചെടികളുണ്ട്. ഇപ്പം ചെമ്പരത്തി, മുല്ല, പിച്ചിയല്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് മേടിച്ച് വെച്ച് ചെറിയ കവറിനകത്തുനിന്ന് വലിയ കവറിലോട്ടൊക്കെ മാറ്റി നല്ല ബുഷായിട്ട് വലിയ പ്ലാന്റായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ മൂവ്മെൻറ്റ് അങ്ങനെയും കിട്ടും. അതേപോലെ ജെറിബറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൈകൾ പെരുത്ത് അതിനകത്ത് ചെറിയ തൈകളുണ്ടെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറെ മാറ്റി വെച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഏതൊരു കാര്യമാണെങ്കിലും പ്ലാന്റിനെ കുറിച്ചിട്ടല്ല, നമ്മൾ അതിനകത്ത് കുറച്ച് മെനക്കെടണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സുഖമെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ
ഇല്ലെങ്കിൽ മുട്ടൊക്കെ കരിഞ്ഞ് ചെടിയൊക്കെ നശിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വേദന മാത്രമേ കാണത്തുള്ളൂ. പിന്നെ തുടക്കക്കാരുടെ പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. വേറെ ആരെയും ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാര്യം മറ്റുള്ളവർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്, ഇപ്പം ഉദാഹരണം നമ്മളിവിടെ നേഴ്സറിയൊക്കെ തുടങ്ങുന്ന എൻ്റെ കൂട്ടുകാർ വരെ തുടങ്ങിയിട്ടുള്ളവരുണ്ട്. അവർക്ക് ആ കൊറോണ സമയത്തൊക്കെ നല്ലപോലെ ഒരുപാട് നഴ്സറിക്കാർ വന്ന് സാധനം എടുക്കാറുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വേറെ ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചേട്ടൻ്റെ അടുത്ത് അതിനടുത്ത് വെള്ളമൊന്നും ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. കുറച്ച് നേരം 1-2 ദിവസം അവർ വെള്ളം ഒഴിക്കും. 3-ൻ്റെ പറയും, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ നഴ്സറി തുടങ്ങിയത്, അന്നേരം നീ തന്നെ അത് നോക്കണമെന്ന് പറയും. അന്നേരം അവിടെ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അന്നേരം അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ പരമാവധി കുറച്ച് കാശിനുള്ള പ്ലാന്റ് എടുത്ത് വെച്ച് വേണം നഴ്സറി തുടങ്ങാനായിട്ട്. 2 ഓൺ പ്രൊഡക്ഷൻ, എന്തെങ്കിലുമൊക്കെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാര്യം എല്ലാവരും കോമ്പറ്റീഷനായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്തൊക്കെ വേറെ നഴ്സറികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പിടിച്ച് നിൽക്കാനായിട്ട്. അന്നേരം എന്തെങ്കിലുമൊക്കെ കുറേ പ്ലാന്റുകൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ സെയിലും നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, അല്ലേ? അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് വല്ല ഹോൾസെയിലായിട്ട് വല്ല പ്ലാന്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഒരുപാടല്ല, ആവശ്യത്തിന് പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പഴച്ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ പ്ലാന്റുകൾ ഇതേപോലെ കുറേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കൊച്ചു പ്ലാന്റ് നിങ്ങളെ വീട്ടിലുള്ള ചെടികളൊക്കെ തന്നെ ഒരു വലിയ പോട്ടിനകത്തോട്ടൊക്കെ മാറ്റി നല്ല വൃത്തിയാവണമൊക്കെ ആക്കി ഒരു പരിധി വരെ നിങ്ങൾക്ക് അങ്ങനെ കുറച്ചും കൂടെ കോസ്റ്റ് നഴ്സറി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ കോസ്റ്റ് കുറഞ്ഞ് കിട്ടും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോഴേ വെച്ച് വളർത്തുക. 2-3 കൊല്ലത്തിനകത്ത് നല്ല കുറേ പ്ലാന്റുകൾ 10,000 പ്ലാന്റ് ആക്കിയതിന് ശേഷം പിന്നെ അത് ഡിസ്പ്ലേ പ്ലാന്റ് ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ തൈകൾ നിരത്തി വെച്ച് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വളർത്തിയെടുക്കുക. അങ്ങനെ കാലക്രമേണ നിങ്ങൾക്കും നല്ലൊരു നഴ്സറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് പരിഗണിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഇത്രയും തൊണ്ടയലച്ച് പറഞ്ഞല്ലേ ഓരോ കാര്യങ്ങൾ, ആ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ, ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളെ പുതിയ അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വന്ന് കിടക്കും മൊബൈലിൽ. നിങ്ങൾക്ക് നോക്കി വേണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ വലുതായിട്ട് ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. എല്ലാവർക്കും അന്നേരം ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.